നമുക്കറിയാം, കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിലനിൽക്കുകയാണ് എന്ന് എല്ലാവരും സമ്മതിക്കുമത്. പക്ഷേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് രാജ്യത്ത് പലയിടത്തുമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ഒന്നിലധികമുണ്ട്. നമുക്ക് മാത്രമില്ല. നമ്മൾ ദീർഘകാലമായി ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യം അന്യായമാണെന്നൊരു കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മുടെ സംസ്ഥാനം 4 സ്ഥലങ്ങളാണ് എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അല്ല, നേരത്തെയുള്ള ഗവൺമെൻറ് 2016 LDF ഗവൺമെൻറ് ഇത്തവണ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ 2021 വന്നത്. 2016 മുൻപ് തന്നെ കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുകയാണ്, ഈ 4 സംസ്ഥാനങ്ങളിൽ ഏതാണ് എന്ന് കൃത്യമായി പറയണം. അതിന് മറുപടി പറയേണ്ടത് വന്നത് LDF സർക്കാരാണ്. 4 നിർദ്ദേശിച്ചെങ്കിലും എവിടെ വേണമെന്നത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എയിംസ് സ്ഥാപിക്കാൻ ആവശ്യമായത്ര സ്ഥലം ഒരുക്കിക്കൊണ്ട് തന്നെ കോഴിക്കോട് കിനാലൂരിൽ ഇത് സ്ഥാപിക്കാവുന്നതാണ് എന്ന് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. പലവട്ടം പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദയാണ്. എല്ലാവരെയും കണ്ടിട്ടുണ്ട്. കാണുന്ന ഘട്ടത്തിലൊക്കെ ഇപ്പം കിട്ടിപ്പോയി എന്ന മട്ടിലാണ് സംസാരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരിക. പക്ഷേ ഓരോ വർഷവും നിരാശയാണ് ഫലം. ഈ വർഷവും അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. ഇത് ഒരു എയിംസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രത്യേക പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സഹായവും കേന്ദ്രം പറയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല വിവിധ തരത്തിലുള്ള ശാക്തീകരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള രാജ്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു വിഹിതവും കേരളത്തിന് ലഭിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട
5 മെഡിക്കൽ കേന്ദ്രങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിനെ ആ കാര്യത്തിലും പരിഗണിക്കുന്നില്ല.